ക്ലാവിയൂസ് എന്ന പട്ടാളക്കാരന് ക്രിസ്ത്യാനിയാകണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ടായി. കാരണം കൂടെയുള്ള പട്ടാളക്കാർ യുദ്ധത്തിന് പോകുമ്പോൾ കുരിശുരൂപത്തിന് മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുകയും അവരുടെ വിജയവും അവരുടെ ആത്മവിശ്വാസവും ഒക്കെ അദ്ദേഹത്തെ ഈ ആഗ്രഹത്തിലേക്ക് നയിച്ചു. അങ്ങനെ ആശ്രമശ്രേഷ്ഠനായ ഒരു വൈദികൻ്റെ അടുക്കലെത്തി തൻ്റെ ആഗ്രഹം പറഞ്ഞു, എനിക്കും ക്രിസ്ത്യാനിയാകണമെന്ന്. ഈ ആശ്രമശ്രേഷ്ഠനായ വൈദികൻ പറഞ്ഞു, ക്ലാവിയൂസ്, നിനക്ക് ഞാൻ മാമോദീസ തരണമെങ്കിൽ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം പറയണമെന്ന് പറഞ്ഞു. അദ്ദേഹം സമ്മതിച്ചു. ഇദ്ദേഹം ചോദിക്കുകയാണ്, ക്ലാവിയൂസ്, ഗാഗുൽത്താ മലയുടെ വിരിമാറിൽ ഈശോയെ കുരിശിൽ തറയ്ക്കുമ്പോൾ കുരിശിൻ്റെ ചുവട്ടിൽ നീ ഉണ്ടായിരുന്നുവെങ്കിൽ എന്തു ചെയ്യുമായിരുന്നു? ക്ലാവിയൂസ് പെട്ടെന്ന് മറുപടി പറഞ്ഞു, അങ്ങേക്കറിയാലോ എൻ്റെ കീഴിൽ ധാരാളം പട്ടാളക്കാരുണ്ട്, ആ പട്ടാളക്കാരെ അയച്ച് ഈശോയെ മോചിപ്പിക്കുമായിരുന്നുവെന്ന്. ഗുരു സംതൃപ്തനായില്ല. കുറച്ച് നാളുകൾ കഴിഞ്ഞ് വരുവാനായിട്ട് പറഞ്ഞു. കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും പ്രാർത്ഥനയോടെ ധ്യാനത്തോടെ അദ്ദേഹം തിരിച്ചു വന്നു. വീണ്ടും ഇതേ ചോദ്യം ചോദിച്ചു, ക്ലാവിയൂസ്, ഈശോയെ കുരിശിൽ തറയ്ക്കുമ്പോൾ കുരിശിൻ്റെ ചുവട്ടിലുണ്ടായിരുന്നുവെങ്കിൽ നീ എന്തു ചെയ്യുമായിരുന്നു? ക്ലാവിയൂസ് പറഞ്ഞു, എനിക്ക് ഔഷധത്തോട്ടങ്ങളൊക്കെ ധാരാളമുണ്ട്, ഈശോയെ കുരിശിൽ നിന്നിറക്കി ഞാനത് ശുശ്രൂഷിക്കുവാനായിട്ട് പരിചരിക്കുവാനായിട്ട് ശ്രമിക്കുമെന്ന്. ഗുരു സംതൃപ്തനായില്ല. കുറച്ച് നാളുകൂടെ കഴിഞ്ഞ് വരാനായിട്ട് പറഞ്ഞു. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം പ്രാർത്ഥനയോടെ ധ്യാനത്തോടെ വീണ്ടും ക്ലാവിയൂസ് ശക്തമായ ആഗ്രഹത്തോടെ തിരിച്ചെത്തി. വീണ്ടും ഒരു ചോദ്യം, ക്ലാവിയൂസ്, ഗാഗുൽത്താ മലയുടെ വിരിമാറിൽ ഈശോയെ കുരിശിൽ തറയ്ക്കുമ്പോൾ കുരിശിൻ്റെ ചുവട്ടിലുണ്ടായിരുന്നുവെങ്കിൽ നീ എന്തു ചെയ്യുമായിരുന്നു? അവൻ ശാന്തമായി മറുപടി പറഞ്ഞു, എന്നെയും ആ കുരിശിൻ്റെ പിറകിൽ കുരിശിൽ തറയ്ക്കുവാനായിട്ട് വിട്ടുകൊടുക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഓരോ വ്യക്തികൾക്കും ഉണ്ടാകേണ്ട മനോഭാവം. ആഗതമാകുന്ന ഗുഡ് ഫ്രൈഡേ എല്ലാ മംഗളങ്ങളും ഏറ്റവും സ്നേഹത്തോടെ നേരുകയാണ് ചെയ്യുന്നത്. വചനം പറയുന്നു, അവനിൽ വസിക്കുന്നുവെന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, ഈശോ നടന്ന വഴി സഹനത്തിൻ്റേതാണ്, നൊമ്പരത്തിൻ്റേതാണ്, ഒറ്റപ്പെടലിൻ്റെയാണ്, ക്രൂശ് മരണത്തിൻ്റേതാണ്. ഈ വഴിയിലൂടെ നമ്മളെല്ലാവരും നടക്കേണ്ടിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. അതെ, ഈ ദുഃഖവെള്ളി വലിയ സന്തോഷം നമുക്ക് നൽകുന്നുണ്ട്. ഈ സഹനങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഒരു ഉത്ഥാനത്തിലേക്ക് പ്രവേശിക്കാമെന്നുള്ള ഒരു വലിയൊരു സന്തോഷമാണ് നമുക്ക് നൽകുന്നത്. നമ്മുടെ സഹനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ടാരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ആമേൻ.